ഇന്നും ഡാഡി വരുമ്പോൾ 2 തരം മീനുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കുടുത, പിന്നെ ഒന്നത് ഈ മഞ്ഞക്കുട്ടനോ, ഞങ്ങളുടെ അവിടെ കുറേ പേരൊക്കെ വേറെ പറയാറുണ്ട്, ഇവിടെ മഞ്ഞക്കുട്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ആ സാധനം. അപ്പം ഞാനത് ടടപടാന്ന് പറഞ്ഞിട്ട് വേഗം കട്ടിയുള്ള പരിപാടിയിലായിരുന്നു. രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നന്നാക്കി കഴുകി വറുത്തൊക്കെ വരുമ്പോൾ ഒരു സമയമാവുമല്ലോ. അപ്പം ഞാൻ വേഗം ചടപടാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കറി ഒന്നും ഉണ്ടായിരുന്നില്ല, തക്കാളി ചട്നി ഉണ്ടാക്കാം, ഇത് വറുക്കാമെന്ന് പറഞ്ഞത് നല്ല രസമല്ലേ വറുക്കാനായിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അമ്മ തക്കാളി ചട്നിയുടെ പരിപാടിയിലായിരുന്നു. അപ്പോൾ അത് വറുക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ അടുത്ത മീൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ നന്നാക്കിയിട്ട് കുറച്ച് വേണമെങ്കിൽ എടുത്ത് വറുക്കാം, ബാക്കിയുള്ളത് നാളെ കറിയാക്കാൻ വെക്കാനായിട്ട് എടുത്ത് വെക്കാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ കണ്ണൻ കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗീ റൈസ് പോലെ പെട്ടെന്ന് വല്ല തട്ടിക്കൊട്ടിപ്പിക്കാനുള്ള പരിപാടിയിലായിരുന്നു. സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ കുക്കറിൽ ഒരു വിസിലടിച്ചു. അപ്പം ഞാൻ വേഗം സർലാസിൻ്റെ പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. കഴിക്കാനൊന്നും നിൽക്കണില്ല, ഞാൻ വേഗം പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തോ കഴിക്കാണ്ട് വിടാൻ ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ഞാൻ തട്ടിക്കൂട്ട് ഒപ്പിച്ചുകൊണ്ടിരിക്കണേ. കേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഋതുവിന് മുറിക്കണം കേട്ടോ. ഇനി ഋതുവിൻ്റെ എല്ലാ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋതു കറിയും, അതുകൊണ്ടാണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഋതു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സമയം ഇപ്പം തന്നെ 9:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവനിവിടെ നിന്ന് അങ്ങോട്ട് എത്തണം, ഏറെക്കുറെ ഒരു അരമണിക്കൂർ ട്രാവൽ വരുന്നുണ്ട്. അന്ന് ആക്സിഡൻ്റ് ആയതിനു ശേഷം കണ്ണിന് ഭയങ്കര, എനിക്ക് ആ സമയത്ത് അവൻ വരികയാണെങ്കിൽ പോലും ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം അവർക്ക് ഭക്ഷണം കൊടുക്കാനെടുത്തു, വേഗം വിടാലോ എന്ന് വിചാരിച്ചു. ഇതവൻ്റെ കൂട്ടുകാരൻ മുകേഷ് ചേട്ടനാണ് കേട്ടോ. അപ്പം അങ്ങനെ അവർ പോവുക. അയ്യപ്പടത്തെ വീണ്ടും കാണാം. ടാറ്റാ.